താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ഓപ്ഷൻ ബി യമുന. യമുനയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്കിതായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കൂടുതൽ കാര്യങ്ങൾ നോക്കാം. 1653 താജ്മഹലിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടത്. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം, മാർബിളിലെ ഇതിഹാസം, കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നീ വിശേഷണങ്ങളുള്ളത് താജ്മഹലിനാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്. ഷാജഹാൻ തൻ്റെ പത്നിയായ മുംതാസിനു വേണ്ടിയാണ് താജ്മഹൽ നിർമ്മിച്ചത്. ഷാജഹാൻ്റെ ശവകുടീരം താജ്മഹലിലാണ്. അപ്പം 1653 താജ്മഹലിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടത്. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം, മാർബിളിലെ ഇതിഹാസം, കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നീ വിശേഷണങ്ങളുള്ളത് താജ്മഹലിനാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്. ഷാജഹാൻ തൻ്റെ പത്നിയായ മുംതാസിനു വേണ്ടിയാണ് താജ്മഹൽ നിർമ്മിച്ചത്. ഷാജഹാൻ്റെ ശവകുടീരം താജ്മഹലിലാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. യമുന നദിയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേസിയറിൽ നിന്നാണ്. അലഹാബാദിലെ പ്രയാഗിൽ വെച്ചാണ് ഗംഗ നദി യമുന നദിയോട് ചേരുന്നത്. യമുനയുടെ ആദ്യകാല പേര് കാളിന്തി എന്നായിരുന്നു. അപ്പോൾ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. യമുന നദിയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേസിയറിൽ നിന്നാണ്. അലഹാബാദിലെ പ്രയാഗിൽ വെച്ചാണ് ഗംഗാ നദി യമുന നദിയോട് ചേരുന്നത്. യമുനയുടെ ആദ്യകാല പേര് കാളിന്തി എന്നായിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു. ഛത്തീസ്ഗഡിലെ മൈക്കല കുന്നുകളിൽ നിന്നാണ് മഹാനദിയുടെ ഉത്ഭവം. പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. കാവേരി ഉത്ഭവിക്കുന്നത് കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന ഹൊഗനക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു. പാകിസ്ഥാൻ്റെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് സിന്ധുവാണ്. ഛത്തീസ്ഗഡിലെ മൈക്കല കുന്നുകളിൽ നിന്നാണ് മഹാനദിയുടെ ഉത്ഭവം. പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. കാവേരി ഉത്ഭവിക്കുന്നത് കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്നത് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ്. ഓക്കെ, താങ്ക് യു.